പ്രിയമുള്ളവരെ, 2019 ഇബ്രാഹിം കുട്ടി അതുപോലെ തന്നെ സെബിൻസും എന്നെ സമീപിക്കുകയും ഒരു പുതിയ ആശയവുമായി എൻ്റെ അടുക്കൽ വന്ന് സംസാരിക്കുകയുണ്ടായി. ഗൾഫ് രാജ്യങ്ങളിലൊക്കെ തന്നെ ലഭിക്കുന്ന അൽമറായി, അൽസാഫി, ബലദിന പോലെയുള്ള പാലുൽപ്പന്നങ്ങളും നമ്മുടെ രാജ്യത്ത് ഇന്ന് ലഭ്യമല്ല എന്ന കാര്യങ്ങളെക്കുറിച്ച് വിശദമായി സംസാരിക്കുകയുണ്ടായി. നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തൊക്കെ ലഭിക്കുന്നത് ക്രൗഡ് സോഴ്സ് പാലാണ്. സ്വന്തമായി ഫാമും അതിൽ നിന്നുള്ള പാലുൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമല്ല എന്നുള്ളതിനെക്കുറിച്ച് വളരെ വിശദമായി സംസാരിച്ചു. അപ്പോൾ ഇങ്ങനെയൊരു ആശയം അവർ മുന്നോട്ട് വെച്ചപ്പോൾ ഇതിൻ്റെ ഭാഗമായി മാറണമെന്ന് താല്പര്യമുണ്ടായി. പ്രത്യേകിച്ചുള്ള കാരണം, മായം കലരാത്ത 365 ദിവസവും ഒരേ ഗുണനിലവാരമുള്ള പാലുൽപ്പന്നങ്ങളും ഈ നാടിന് സമർപ്പിക്കുക എന്ന ഒരു ആശയമാണ് എന്നെ ഇതിലേക്ക് പ്രത്യേകം ആകർഷിച്ചത്. അതിനുവേണ്ടി ഞങ്ങൾ കേരളത്തിലും അതുപോലെ കേരളത്തിന് പുറത്തും പല സംസ്ഥാനങ്ങളിലും ഇതിനുവേണ്ടി ആവശ്യമായിട്ടുള്ള സ്ഥലങ്ങൾ അന്വേഷിച്ച് അതിന് അനുയോജ്യമായ സ്ഥലം ഗുണ്ടൽപേട്ടയിൽ 100 ഏക്കർ സ്ഥലം നമുക്ക് ലഭ്യമായി. അവിടെ 45 ഏക്കർ സ്ഥലത്ത് 7 ലക്ഷം സ്ക്വയർ ഫീറ്റിൽ ഇൻ്റർനാഷണൽ ലെവലിലുള്ള ഷെഡ്, അതുപോലെ തന്നെ മിൽക്കിംഗ് പാർലറൊക്കെ തന്നെ സജ്ജീകരിക്കുകയുണ്ടായി. 3000 പശുക്കൾക്ക് സൗകര്യപ്രദമായ രീതിയിലുള്ള ഷെഡും അതുപോലെ തന്നെ മിൽക്കിംഗ് പാർലറാണ് അവിടെ സജ്ജീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ, അതിൻ്റെ കോൾഡ് ചെയിൻ നഷ്ടപ്പെടാതെ, മനുഷ്യ സ്പർശമില്ലാതെ ആ പാല് അത് പ്രോസസ്സ് ചെയ്ത് നിങ്ങളുടെ വീടുകളിലേക്ക് എത്തിക്കുക എന്നുള്ള ആ ഒരു നൂതന സംരംഭമാണ്. അങ്ങനെ ക്വാളിറ്റിയുള്ള പാലുൽപ്പന്നങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കുന്ന സംരംഭമാണ് വൈറ്റ് മിൽക്കിലൂടെ നിങ്ങൾക്ക് നൽകുന്നത്. അതിനുവേണ്ടി വയനാട് പുൽപ്പള്ളിയിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള ഹൈജീനിക്കായിട്ടുള്ള പ്രോസസ്സിംഗ് പ്ലാന്റ് അവിടെ സ്ഥാപിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. 2026 ഏപ്രിലിൽ നമ്മുടെ പാലുൽപ്പന്നങ്ങളും മാർക്കറ്റിൽ ലഭ്യമാവുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പരിപൂർണമായ സഹകരണവും സഹവർത്തിത്വവും പ്രാർത്ഥനയും അനുഗ്രഹവും നമ്മുടെ ഈ സംരംഭത്തിന് ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. സർവശക്തനായ നാഥൻ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി